ശ്ലോകം 7. മേൽപ്പത്തൂരിന് ദുഃഖം കൊണ്ടാണ് ഈ ശ്ലോകം ചേർത്തത്. അഭക്തന്മാർ അവർ ഈ ആനന്ദം അനുഭവിക്കുന്നില്ലല്ലോ എന്നുള്ളതായ സങ്കടം. അതാണ്. അപ്പോൾ അഭക്തന്മാരെക്കുറിച്ച്, വിമുഖന്മാരെക്കുറിച്ചുള്ള സഹതാപം കൊണ്ടാണ് 7ാമത്തെ ശ്ലോകം എഴുതിയിരിക്കുന്നത്. ഹേ ലോകാഹ, അല്ലയോ ജനങ്ങളെ. ലോകം എന്ന് പറയുന്നത് ജനങ്ങൾ. ഭക്തന്മാരുമാവാം അഭക്തന്മാരുമാവാം. വിഷ്ണുരേതത് ഭുവനമദനിൽ, മഹാവിഷ്ണുവാണ് ഈ കാണുന്നതായ ബ്രഹ്മാണ്ടത്തിനെ ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്. തന്ന ജാനീതയൂയം, ആ കാര്യം നിങ്ങളറിയുന്നില്ല. ഏകനായ ഭഗവാൻ സർവലോകങ്ങളിലും വ്യാപിച്ച് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് അവരെ ആനന്ദിപ്പിക്കുന്നു. അപ്പോൾ ഈ ലോകവും ഈ ലോകത്തിലെ ജനങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് വിഷ്ണുവാണെന്ന് മനസ്സിലാക്കൂ. അത് നിങ്ങളിപ്പോൾ അറിയുന്നില്ല. ഇനി വിഷ്ണു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, യുഷ്മാകം ഹ്യന്തരസ്ഥം. ഹേ ഭക്തന്മാരെ, നിങ്ങളുടെ ഉള്ളിലും കിമപി തദപരം വിദ്യതേ വിഷ്ണുരൂപം. ഈ വിഷ്ണുവിൻ്റെ രൂപം മറ്റൊരു വിധത്തിലാണെന്ന് മാത്രം. സൃഷ്ടിക്കപ്പെട്ട ഓരോ വസ്തുവിൻ്റെ ഉള്ളിലും വിഷ്ണുവിൻ്റെ രൂപം വിളങ്ങുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ആ വിഷ്ണുവിനെ എപ്പോഴും നിങ്ങൾ ഭജിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല? നീഹാര, മഞ്ഞുപോലെ ഒന്ന് നമ്മളെ മൂടുന്നു മായ. നീഹാരപ്രഖ്യമായ, മൂടൽ മഞ്ഞ് പോലെ ഇരിക്കുന്ന മായ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ മറയ്ക്കുന്നു, ആവരണം ചെയ്യുന്നു. നീഹാരപ്രഖ്യമായ പരിവൃത മനസ്സഹ, ആ മനസ്സിനെ ഈ മായ 3 ഗുണങ്ങളെ കൊണ്ടാണ് മറയ്ക്കുന്നത്. തമോ ഗുണം കൊണ്ട് മറയ്ക്കുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും ഉള്ള ശരിയായ വിവരമില്ല. രജഗുണികൾ എല്ലാം അറിയുന്നു, പക്ഷേ ലോകത്തിൽ കാണുന്ന ഭൗതിക വിഷയങ്ങളെല്ലാം നേടി ആനന്ദിക്കണം എന്നുള്ളതായ ആഗ്രഹം അവരുടെ മനസ്സിൽ വരുന്നു. എന്നാൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ മനസ്സിൽ സത്വഗുണത്തിൻ്റെ രൂപത്തിൽ ആ മായ മെല്ലെ മെല്ലെ അവരെ സംരക്ഷിക്കുന്നു, അവരെ ഉദ്ധരിക്കുന്നു. അപ്പോൾ അഭക്തന്മാരായിട്ടുള്ളവർക്ക് ഒന്ന് സംഭവിക്കുന്ന എന്താണ്? നീഹാരപ്രഖ്യമായ പരിവൃത മനസ്സഹ, മൂടൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട മനസ്സ്. മൂടൽ മഞ്ഞ് മായയാണ്,
എങ്ങനെയാ മായ നമ്മളെ ഭ്രമിപ്പിക്കുന്നത്? മോഹിത നാമരൂപൈ. ഇവിടെ എന്തെല്ലാമുണ്ടോ അത് നാമങ്ങളെ കൊണ്ടും രൂപങ്ങളെ കൊണ്ടും നമ്മളെ മോഹിപ്പിക്കുന്നു. കാമിനി കാഞ്ചനങ്ങളെ കൊണ്ട്. മോഹിത നാമരൂപൈ പ്രാണപ്രീത്യൈകതൃപ്താഹ. പ്രാണപ്രീതി വിഷയസുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. പ്രാണനുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയ സുഖം കൊണ്ട് അവർ തൃപ്തന്മാരാകുന്നു. ഏകതൃപ്താഹ. വേറൊന്നും വേണ്ട, ആ ഇന്ദ്രിയ സുഖം മാത്രം. ആ ഇന്ദ്രിയ സുഖങ്ങൾ നേടാൻ വേണ്ടി, പ്രത്യേകിച്ച് സ്വർഗസുഖം നേടാൻ വേണ്ടി ചരഥ മഖപരാഹ യാഗങ്ങൾ ചെയ്യുന്നു, അമ്പലങ്ങളിൽ പൂജാദികൾ ചെയ്യുന്നു. എന്തിന്? സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. സ്വർഗപ്രാപ്തി കഴിഞ്ഞ് തിരിച്ച് ഇവിടെ തന്നെ വരണം എന്നുള്ളവർ അറിയുന്നില്ല. ഭഗവത്ഗീത അത് വ്യക്തമായിട്ട് പറയുന്നു. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. എപ്പോൾ നാം നേടിയ പുണ്യം, പൂജാദികളെ കൊണ്ടൊക്കെ നേടിയ പുണ്യം കഴിയുന്നുവോ അവിടുന്ന് ഇറക്കി വിടും. അതാണ് ആചാര്യന്മാർ പറയും, കഴുത്തിന് പിടിച്ച് തള്ളുന്ന പറയുക. എന്താണ്? ഈ ആകാശത്തിലൂടെയല്ലേ വരുന്നത്. അപ്പോൾ ഒരു തൂവൽ വരും പോലെ ഇങ്ങനെ വരും. ആ തൂവൽ വരും പോലെ വന്ന് ആദ്യം ആകാശം തന്നെ, അത് വന്ന് 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 ഭൂമിയുടെ അടുത്തേക്കാവുമ്പോൾ മേഘമാവും. ദ്യു പർജന്യ. ദ്യു ആകാശം, പർജന്യം മേഘം അല്ലെങ്കിൽ മഴ. ആദ്യം മേഘമാണ്. ആ മേഘത്തിൽ വന്ന് വീണ് ആ മേഘം എപ്പോൾ മഴയായിട്ട് വരുന്നുവോ ദ്യുപർജന്യ പൃഥിവി ഭൂമിയിലേക്ക് വീഴുന്നു. ഭൂമിയിലത് പല സസ്യങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ വെണ്ടയ്ക്കയായിട്ടും വഴുതനങ്ങയായിട്ടും വെള്ളരിക്കയായിട്ടും കുമ്പളങ്ങയായിട്ടും ഒക്കെ പുരുഷനിലെത്തണം, എന്നാലേ കാര്യമുള്ളൂ. പുരുഷനിലെത്തി അവൻ്റെ രേതസ്സാവണം. ദ്യു പർജന്യ പൃഥിവി പുരുഷ. ആ പുരുഷൻ വിവാഹം ചെയ്യുമ്പോൾ യോഷിത്തിലേക്ക് പോകുന്നു. യോഷിത് സ്ത്രീ. അങ്ങനെ 5 അഗ്നികുണ്ഡങ്ങൾ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഒരു യാഗമാണ് അവിടെ നടക്കുന്നത്. ആദ്യം ആകാശമാകുന്ന അഗ്നികുണ്ഡം, അവിടേക്ക് ഈ ജീവൻ വരുന്നു. അത് പിന്നെ പർജന്യം മേഘമാകുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വരുന്നു. മൂന്നാമത്തത് പൃഥ്വിയാകുന്ന അഗ്നികുണ്ഡം. നാലാമത്തത് പുരുഷനാകുന്ന അഗ്നികുണ്ഡം. അഞ്ചാമത്തത് സ്ത്രീയാകുന്ന അഗ്നികുണ്ഡം. ദ്യു പർജന്യ പൃഥിവി പുരുഷ യോഷി. ഭാഗവതം പറയുന്നതാണ്. ആദ്യം സ്വർഗത്തിൽ നിന്ന് ആകാശത്തിലേക്കും ദ്യു, ആകാശത്തിൽ നിന്ന് പർജന്യം മേഘത്തിലേക്കും, മേഘത്തിൽ നിന്ന് ഭൂമിയിലേക്കും പൃഥ്വി. ആ പൃഥ്വിയിൽ നിന്ന് ആഹാരമായിട്ട് പുരുഷനിലേക്കും, അവിടുന്ന് രേതസ്സായിട്ട് യോഷിത് സ്ത്രീയിലേക്കും അത് പ്രവേശിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇത് എഴുതിയത്? ഇതുപ്രകാരം വീണ്ടും വീണ്ടും ഈ ലോകത്തിലേക്ക് വരേണ്ടി വരുന്നു. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേശനം. ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ്. എപ്പോഴാണ് രക്ഷപ്പെടാൻ സാധിക്കുക? ഹന്ത നേച്ഛാ മുകുന്ദേ. ഇവർക്ക് മുകുന്ദന് ഇച്ഛയില്ല.
ആ മുകുന്ദനിൽ ഇച്ഛ വരുന്നുവോ, ആഗ്രഹം വരുന്നുവോ, അന്ന് അവർ ഭക്തന്മാരാകുന്നു. അവർക്ക് പിന്നെ ഒരു ജന്മമുണ്ടാവില്ല. അതുകൊണ്ട് ഹേ അഭക്തന്മാരെ, നിങ്ങൾ ഈ തത്വം മനസ്സിലാക്കി ഭഗവാനെ ഭജിക്കുവിൻ. ഇവിടുത്തെ സുഖങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ട എന്ന് പറയുന്നില്ല. എല്ലാ സുഖങ്ങളും അനുഭവിച്ചോളൂ. അപ്പോഴെല്ലാം ആ ഭഗവാനെ മനസ്സിൽ കാണും. ഭഗവാനാണ് ഈ സുഖങ്ങൾ എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് എന്തെന്തനുഭവിക്കുന്നുവോ അത് ഭഗവാൻ സമർപ്പിച്ച് അനുഭവിക്കും. ചിന്മയാനന്ദ സ്വാമി എപ്പോഴും പറയാറുള്ളത്, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാം, ബോംബെയിലും മറ്റും കള്ളന്മാർ ധാരാളമാണ്. ട്രെയിനിലും മറ്റും നിൽക്കാൻ സ്ഥലം കിട്ടില്ല. എല്ലാവരുടെ കയ്യിലും സൂട്ട് കേസും ഉണ്ടാവും. ആ സൂട്ട് കേസും പിടിച്ച് നിൽക്കണു. അടുത്തുള്ള ആൾ, അവർ 3-4 പേരുണ്ടാവും. ഒറ്റത്താട്ടലാണ്. ഒരു നിമിഷം കൊണ്ട് മറ്റേ 4-മത്തെ ആളുടെ അടുത്ത്. അപ്പോൾ സ്റ്റേഷൻ അടുക്കുമ്പോഴവർ ചെയ്യുക, ടക്കെന്നാണ്. എന്താ പറ്റി, എന്താ സംഭവിച്ചത്, നമ്മളോട് ചോദിക്കും. ഇങ്ങോട്ട് ആ പെട്ടി അവർ കൊണ്ടുപോയി. അവർക്കൊരു മുറിയുണ്ട്, അതിൽ ഭഗവാന്റെ പടമുണ്ട്, അവിടെ കൊണ്ട് വെച്ചു. ഭഗവാനെ കട്ടിട്ടാണെങ്കിലും ഇതാ വെച്ചിരിക്കുന്നു. പിറ്റേ ദിവസം അതെടുക്കും. ഇനി ഞങ്ങൾ എടുത്തോട്ടെ, അങ്ങക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾ എടുത്തോട്ടെ. ഇപ്പം കട്ടിട്ടാണെങ്കിലും ഭഗവാൻ കൊടുത്തിട്ട് അനുഭവിക്കൂ. എല്ലാം ഭഗവാനെ സമർപ്പിക്കൂ. അങ്ങനെ ആ ഭക്തന്മാരോട് ഭഗവത്പരമായ കാര്യങ്ങൾ ചെയ്യുക. സ്തുതി, പൂജ, ഭഗവാന്റെ അവതാരകഥകൾ എത്രത്തോളം വായിക്കാമോ, എത്രത്തോളം കേൾക്കാമോ, എത്രത്തോളം പറയാമോ അത് ചെയ്യും.